എല്ലാവർക്കും ശ്രീമായ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ചങ്ങാതിമാരെ, വിഷ്ണുമായ സ്വാമിയുടെ പൂജാപഠനത്തിൻ്റെ ഭാഗമായ തീർത്ഥം ഉണ്ടാക്കുന്ന ക്രിയയാണ് വളരെ ചുരുക്കി കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞത്. അതിനുശേഷമുള്ള സ്വാമിയുടെ പൂജയുടെ ഭാഗമാണ് ഈ വീഡിയോയിൽ നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത്. സാധാരണ ഒരു പൂജ ചെയ്യുമ്പോൾ ദേഹശുദ്ധി, ശംഖുപൂരണം, ആത്മാരാധന, മൂർത്തികൽപ്പന, പീഠപൂജ, മൂർത്തിപൂജ, നിവേദ്യം, പ്രസന്നപൂജ, കർപ്പൂരാരാധന, ലയാംഗം, ഈ ഭാഗങ്ങളെല്ലാം വരുന്നതാണ്. അപ്പോൾ ഇതെല്ലാം വളരെ ചുരുക്കിയാണ് പൂജ അറിയാത്ത സ്വാമിയുടെ ഉപാസകർക്കും അല്ലെങ്കിൽ ഭക്തർക്കും സ്വാമിയെ പൂജിക്കാൻ ആഗ്രഹമുള്ളവർക്കും വേണ്ടി ഈ ചാനലിലൂടെ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ദേഹശുദ്ധിയും തീർത്ഥം ഉണ്ടാക്കുന്നതുവരെയുള്ള ഭാഗങ്ങൾ കഴിഞ്ഞ 2 വീഡിയോകളായിട്ട് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. അതിന് ശേഷമുള്ള സ്വാമിയുടെ പീഠപൂജ വരുന്ന ഭാഗമാണ് ഈ വീഡിയോയിൽ പറയുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഒരിക്കൽ കൂടി എല്ലാവരെയും ശ്രീമായ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം ഒരു കാര്യം കൂടി പറയട്ടെ, ശ്രീമായ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. ചാനലിലെ വീഡിയോകൾ കാണുമ്പോൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിലേ പുതിയ വീഡിയോകൾ ചെയ്യുവാനായിട്ട് പ്രചോദനമുണ്ടാവുകയുള്ളൂ. അപ്പോൾ ദയവായി എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. ഓരോ ദേവതകൾക്കും അവരുടേതായ പീഠപൂജകളും അതിൻ്റെ വ്യത്യസ്തങ്ങളായ മന്ത്രങ്ങളെല്ലാം ഉണ്ട്. ഒരു ദേവതയെ പ്രതിഷ്ഠിച്ചിരിക്കുന്നത് ഓരോരോ പീഠങ്ങളിലായിരിക്കും. ഓരോ ദേവതകൾക്കും പീഠത്തിന് വ്യത്യാസമുണ്ടാകും. ഇപ്പോൾ വിഷ്ണുമായ സ്വാമിയുടെ വട്ടപ്പീഠമാണ്. അപ്പോൾ വട്ടപ്പീഠത്തിൽ പോത്തിൻ്റെ പുറത്ത് ഇരിക്കുന്ന സ്വാമിയുടെ രൂപമാണ് എല്ലാ ക്ഷേത്രങ്ങളിലും പ്രതിഷ്ഠിച്ചു കാണുന്നത്. ആ പീഠത്തെയാണ് ആദ്യം നമ്മൾ പൂജിക്കുന്നത്. ദേഹശുദ്ധി കഴിഞ്ഞ് തീർത്ഥമുണ്ടാക്കിയതിന് ശേഷം സ്വാമിയുടെ മൂലമന്ത്രം ചൊല്ലി, ഏത് മന്ത്രം കൊണ്ടാണോ പൂജിക്കുന്നത് ആ മന്ത്രം ചൊല്ലിക്കൊണ്ട്, ഇത് കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതാണ്, നമ്മുടെ വലതു കൈയുടെ മോതിരവിരലും നടുവിരലും ചേർത്ത് ചന്ദനമെടുത്തുകൊണ്ട് നമ്മുടെ നെറ്റിയിലും അതുപോലെ തന്നെ വലതു കൈയുടെ മൂലം, വലതു കൈ ആരംഭിക്കുന്ന ഭാഗത്തും ഇടതു കൈ ആരംഭിക്കുന്ന സ്ഥലത്തും കഴുത്തിലും ഹൃദയത്തിലും ആ രണ്ട് വിരലുകൾ കൊണ്ട് ചന്ദനം പുരട്ടണം, തൊടണം. അതിനുശേഷം അതേ ആ മൂലം മന്ത്രം കൊണ്ട് തന്നെ ഒരു പുഷ്പമെടുത്ത് തൻ്റെ ശിരസ്സിലും ചൂടി ജലാതിജലാന്തം, ജലം മുതൽ ജലം വരെ, ജലം, ഗന്ധം, പുഷ്പം, ധൂപം, ദീപം തുടങ്ങിയ ദ്രവ്യങ്ങളാൽ തന്നെ പൂജിക്കുന്നതായിട്ട് ഭാവിക്കണം. ഇതാണ് ആത്മാരാധന എന്ന് പറഞ്ഞ ക്രിയ. ഈ ക്രിയ കഴിഞ്ഞതിന് ശേഷമാണ് പീഠപൂജ ആരംഭിക്കുന്നത്. ആദ്യമായി അല്പം ജലം, 1-2 തുള്ളി ജലം വലതു കൈയിലെടുത്ത് 3 തവണ ദേവൻ്റെ വിഗ്രഹത്തിലേക്ക് പ്രോക്ഷിക്കുക, എന്നാൽ തളിക്കുക. അത് 3 തവണയായിട്ട് തന്നെ ചെയ്യണം. അതിനുശേഷം ഓം നമ ഓം നമ ഓം നമ എന്ന് 3 പ്രണവം ജപിച്ച് ഒരു പുഷ്പമിടുക. പിന്നെ വീണ്ടും പീഠശക്തി മന്ത്രം കൊണ്ട്, പീഠശക്തി മന്ത്രം എന്ന് പറഞ്ഞാൽ ഓരോ ദേവതയെയും പ്രതിഷ്ഠിക്കുമ്പോൾ ഏത് പീഠശക്തിയാണ് അതൊരു തന്ത്രി മുഖാന്തരം നമുക്ക് ചോദിച്ചറിയാൻ പറ്റും. ഇപ്പോൾ വിഷ്ണുമായ സ്വാമിയുടെ ഇപ്പോൾ ശൈവമോ മറ്റു ശക്തയ രീതിയിലൊക്കെ ആണെങ്കിൽ ഹ്രീം എന്നും, വൈഷ്ണവമാണെങ്കിൽ ശ്രീം എന്നുമായിരിക്കും പീഠശക്തി മന്ത്രം. അപ്പോൾ 3 പ്രണവാക്ഷരങ്ങൾ ജപിച്ച് ഒരു പുഷ്പവും, അതുപോലെ തന്നെ പീഠശക്തി മന്ത്രം ഓം ഹ്രീം എന്നോ ഓം ശ്രീം എന്നോ ജപിച്ച് ഒരു പുഷ്പവും, വീണ്ടും ഓം വിഷ്ണുമായ സ്വാമി മൂർത്തയേ നമ എന്ന് ജപിച്ച് ഒരു പുഷ്പവും കൂടി ഇടുക. ഇങ്ങനെ 3 തവണയായി പുഷ്പം അർച്ചിക്കണം. ആദ്യം പ്രണവം, 3 പ്രണവം, അതിനുശേഷം പീഠശക്തി മന്ത്രം, അതിനുശേഷം വിഷ്ണുമായ സ്വാമി മൂർത്തയേ നമ.
എന്ന് ചൊല്ലി 3 തവണയായി പുഷ്പമിടുക. ഇതാണ് മൂർത്തികൽപ്പന എന്ന ക്രിയ. ശേഷം പൂജ ആരംഭിക്കാം. പീഠത്തിൻ്റെ ഇടതുഭാഗത്ത് ഓം ഗും ഗുരുഭ്യോ നമ എന്ന് ചൊല്ലിയും വലതുവശത്ത് ഓം ഗം ഗണപതയേ നമ എന്ന് ചൊല്ലിയും പീഠമധ്യത്തിൽ ഓം പം പത്മായ നമ എന്ന് ചൊല്ലിയും ജലാധിജലാന്തം പൂജ ചെയ്യണം. ജലാധിജലാന്തം എന്നാൽ ആദ്യം 3 തവണ ജലം കൊണ്ട് അർച്ചിക്കണം. അതിനുശേഷം ഗന്ധം എന്നാൽ ചന്ദനം കൊണ്ട് അർച്ചിക്കണം. അതിനുശേഷം വീണ്ടും ഒരു ജലം, പിന്നെ 3 തവണ പുഷ്പം, വീണ്ടും ഒരു ജലം. അടുത്തതായി ധൂപം. ധൂപം എന്നാൽ ചന്ദനത്തിരിയോ അഷ്ടഗന്ധം ദശാംഗം ഇതിലേതെങ്കിലും ഒന്നുകൊണ്ട് പൂജിക്കുക. അതും 3 തവണയായി പൂജിക്കുക. അതിനുശേഷം വീണ്ടും ഒരു ജലം. അതിനുശേഷം ദീപം, കുടിവിളക്കിൽ നെയ്യ് ഒഴിച്ച് തിരിയിട്ട് കത്തിച്ച വിളക്ക്, അത് 3 തവണയായി പീഠത്തെ ചുറ്റി പൂജിക്കുക ഈ പറഞ്ഞ മന്ത്രങ്ങളാൽ. ഇത് കഴിഞ്ഞാൽ വീണ്ടും ഒരു ജലം കൊടുത്ത് വീണ്ടും 3 തവണ ജലം കൊണ്ട് അർച്ചന ചെയ്യുക. ഇത്രയുമാണ് പീഠപൂജ എന്ന ക്രിയയിൽ വരുന്നത്. വളരെ ചുരുക്കിയാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. പീഠപൂജാ മന്ത്രങ്ങളൊക്കെ വേറെ വിശേഷമായുള്ള മന്ത്രങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇങ്ങേ രീതിയിൽ പൂജ ചെയ്ത് പഠിക്കുവാനായിട്ട് നിങ്ങൾക്ക് ഇത് ഉപയോഗിക്കാം. എല്ലാവരും ചെയ്ത് പരിശീലിക്കുക. ഇത് ക്രമമായി പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പൂജ പഠിക്കുന്നതിന് വളരെ സഹായകമാകും. വളരെ എളുപ്പത്തിൽ തന്നെ പൂജ മുഴുവനായും പഠിക്കാൻ സാധിക്കും. അങ്ങനെ സ്വാമിയുടെ പൂജ പഠിക്കാൻ താല്പര്യമുള്ളവർ, അല്ലെങ്കിൽ സ്വാമിയുടെ മന്ത്രോപാസന എടുക്കാൻ താല്പര്യം ഉള്ളവർ ഉണ്ടെങ്കിൽ കോണ്ടാക്റ്റ് ചെയ്യാവുന്നതാണ്. അവർക്ക് വേണ്ട സഹായങ്ങളും നിർദ്ദേശങ്ങളുമെല്ലാം നൽകുന്നതായിരിക്കും. അപ്പോൾ വീഡിയോ കാണുന്ന എല്ലാവരും ദയവായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക എന്ന് ഒന്നുകൂടി ഓർമ്മിപ്പിക്കുന്നു. ഇനി സ്വാമിയുടെ മൂർത്തിപൂജ ഭാഗവുമായി അടുത്ത വീഡിയോയിൽ കാണാം. വിഷ്ണുമായ സ്വാമി എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.